കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഡോക്ടറെ ഒന്ന് കാണാൻ പോയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ റിസൾട്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും. ഡോക്ടറെ ഒന്ന് കണ്ടു കളയാന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് ഡോക്ടറെ കാണുന്നത് വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അദ്ദേഹം എന്തെങ്കിലും ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻസ്റ്റെഡ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ കിട്ടിയത് കുറച്ച് ഉപദേശങ്ങളാണ്. ക്യാൻ യു ബിലീവ് ദാറ്റ്? എ ലിസ്റ്റ് ഓഫ് അഡ്വൈസ്. അദ്ദേഹം എന്നോട് പറയാണ്, സമയത്ത് ഉറങ്ങണം. അങ്ങനെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം കുറക്കണം, ജങ്ക് ഫുഡ് ഒഴിവാക്കണം, ഒരുപാട് വെള്ളം കുടിക്കണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അഡ്വൈസ്. അങ്ങനെ ഞാൻ കുറച്ച് അഡ്വൈസ് ഒക്കെ കേട്ടിട്ടിരിക്കുകയാണ്. സോ ഐ തോട്ട് ഇന്നത്തെ നമ്മുടെ ലെസൺ എങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാം, എങ്ങനെയൊന്ന് ഉപദേശിക്കാം എന്നുള്ളതിനെ പറ്റി ആവാം. Hey there, this is Rituvarna and welcome back to Ritu's English Lab. All right guys, so ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വൈസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അഡ്വൈസ് കൊടുക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഗ്രാമർ വേർഡ് ഉണ്ട്, അതാണ് ഷുഡ് എന്നുള്ളത്. ഓക്കെ, ഷുഡ് എന്നുള്ള ഗ്രാമർ വേർഡ് വെച്ചിട്ടാണ് നമ്മൾ അഡ്വൈസ് അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുക. ഓക്കെ, അഡ്വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു ഓർഡർ പോലെ അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്ന പോലെ കാണരുത് കേട്ടോ. നമ്മൾ ഈ കുക്കിംഗ് വീഡിയോസിലൊക്കെ കാണില്ലേ, ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് ആൾക്കാർ പറയും ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം എന്ന് വെച്ചാൽ നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ അത് അവർ സജസ്റ്റ് ചെയ്യാണ്, ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കാം. ചെയ്യണം, വരണം, പറയണം, പോകണം, നടക്കണം, വായിക്കണം, ഇങ്ങനെയൊക്കെ പറയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുക. ഓൾ റൈറ്റ്, അപ്പൊ ഷുഡ് വെച്ചിട്ട് നമുക്കൊരു സെന്റൻസ് സ്ട്രക്ചർ ചെയ്ത് നോക്കാം. സെന്റൻസിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടല്ലോ, ആദ്യം ഒരു സ്റ്റാർട്ടർ വേണം, ദെൻ ഒരു ഗ്രാമർ വേർഡ്, അതിനുശേഷം ആക്ഷൻ വേർഡ്. അപ്പോ ഇവിടെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഒരു പേര് അല്ലെങ്കിൽ അതിന് പകരം ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക്, ഹി എന്നോ ഷീ എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി അതിനുശേഷം വരേണ്ടത് എന്താണ്? ഗ്രാമർ വേർഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗ്രാമർ വേർഡ് ഷുഡ് ആണ്. ചെയ്യണം, പറയണം, ഇങ്ങനെയൊക്കെ പറയാൻ ഉപയോഗിക്കുന്നത് ഷുഡ് ആണ്. ഇനി തേർഡ് പൊസിഷനിൽ വരുന്നത് ആക്ഷൻ വേർഡ്. ഏതെങ്കിലും ഒരു വെർബ്, ഏതെങ്കിലും ഒരു പ്രവൃത്തിയാണ് അവിടെ നമ്മൾ പറയേണ്ടത്. അത് V1 എന്നുള്ളത് ആ ബേസ് ഫോം ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ട് എക്സാമ്പിൾസ് പറയാം, എന്നിട്ട് നമുക്കത് ഇംഗ്ലീഷിലേക്ക് ആക്കാം. ഓക്കെ, അപ്പോ നാളെ എനിക്ക് പരീക്ഷയുണ്ട്. അപ്പോ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നീ പഠിക്കണം. എന്താ പറയുന്നേ? നീ പഠിക്കണം. ഒരു അഡ്വൈസ് അല്ലേ? ഓക്കെ, അപ്പൊ നീ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? യു. ഓക്കെ, ഇനി പഠിക്കണം, നം എന്നാണ് വന്നത് അല്ലേ. അപ്പൊ അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാമർ വേർഡ് എന്താ കൊടുക്കുന്നത്? ഷുഡ്. യു ഷുഡ്. പഠിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? സ്റ്റഡി. യു ഷുഡ് സ്റ്റഡി. നീ പഠിക്കണം. യു ഷുഡ് സ്റ്റഡി. ക്ലിയർ ആണ്? അപ്പൊ നാളെ പരീക്ഷ ഉണ്ടെന്ന് എനിക്കും അറിയാം, പക്ഷെ ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. നാളെ എന്താണ് പരീക്ഷ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്, എന്നിട്ട് ഏതാണ് നാളെ പരീക്ഷ എന്ന് ചോദിച്ചു. അപ്പൊ ആള് പറയാണ്, നാളെ മാത്സ് പരീക്ഷയാണുള്ളത്, നീ മാത്സ് പഠിക്കണം. എന്താ പറയുന്നേ? നീ മാത്സ് പഠിക്കണം. നീ എന്നുള്ളതിന് യു, പഠിക്കണം, നം എന്ന് വന്നു അല്ലെ. അപ്പോ ഷുഡ്, യു ഷുഡ്. പഠിക്കുക എന്നുള്ളതിന്റെ വേർഡ് എന്താണ്? പഠിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് സ്റ്റഡി. യു ഷുഡ് സ്റ്റഡി. എന്താ പഠിക്കണ്ടേ? മാത്സ്. അപ്പൊ അത് അവസാനം ചേർക്കാം. യു ഷുഡ് സ്റ്റഡി മാത്സ്. ക്ലിയർ ആണോ? അപ്പോ പരീക്ഷ നാളെ മാത്സ് ആണെന്നൊക്കെ ഉള്ളത് മനസ്സിലായി. എന്നിട്ട് ഞാൻ പഠിച്ചില്ല. ഞാൻ എന്ത് ചെയ്തു? ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അമ്മ വന്ന് പറഞ്ഞു, നാളെ പരീക്ഷ ഉള്ളതാണ്, ഉറക്കമൊഴിക്കാൻ പറ്റത്തില്ല, നീ ഉറങ്ങണം. എന്താ പറയുന്നേ? നീ ഉറങ്ങണം. എങ്ങനെയാ പറയാ? നീ എന്നുള്ളതിന് യു, ഉറങ്ങണം, നം എന്ന് വന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഷുഡ്. യു ഷുഡ്. ഉറങ്ങാന്നുള്ളതിന് സ്ലീപ്പ്. യു ഷുഡ് സ്ലീപ്പ്. യു ഷുഡ് സ്ലീപ്പ്. അങ്ങനെ കാര്യമായിട്ട് പഠിക്കലൊന്നും നടന്നില്ല, ഞാൻ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോ എൻ്റെ ഫ്രണ്ട് വിളിച്ചിരിക്കുക. എന്നിട്ട് ആള് പറയാണ്, നമുക്ക് ലേറ്റ് ആവാൻ പറ്റില്ല, നമുക്ക് കൃത്യം 9:30 സ്കൂളിൽ എത്തണം. എന്താണ്? നമുക്ക് 9:30 സ്കൂളിൽ എത്തണം. പറഞ്ഞു നോക്കാം. നമുക്ക്
ഇത്രയും നേരം യു ആ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ന് പറയുമ്പോൾ ആ വാക്ക് ഏതാ? വി. എത്തണം എന്നാ പറഞ്ഞേ, എത്തണം. അപ്പോ അതിന് ഗ്രാമർ വേർഡ് എന്ത് കൊടുക്കണം? നം എന്ന് വന്നതുകൊണ്ട് ഷുഡ് അല്ലെ. വി ഷുഡ്. എത്തുക എന്നുള്ളതിന് റീച്ച് എന്നാ പറയാ. വി ഷുഡ് റീച്ച്. എവിടെ എവിടെ എത്തുന്ന കാര്യ? സ്കൂളിൽ. ഓക്കെ. അപ്പോൾ വി ഷുഡ് റീച്ച് സ്കൂൾ. സമയം കൂടെ പറഞ്ഞു അല്ലെ. കൃത്യമായിട്ടുള്ള ഒരു സമയമാണ് പറഞ്ഞിരിക്കുന്നത് 9:30 എന്ന്. ഓക്കെ. അപ്പൊ കൃത്യമായിട്ടുള്ള സമയം നമ്മൾ എപ്പോ പറഞ്ഞാലും അവിടെ എന്ത് ചെയ്യുക? അറ്റെന്ന് കൊടുക്കുക. അറ്റെന്ന് പറഞ്ഞതിന് ശേഷം സമയം പറയാം. ഓക്കെ, ലെറ്റ്സ് ട്രൈ ഇറ്റ് അഗെയിൻ. വി ഷുഡ് റീച്ച് സ്കൂൾ അറ്റ് 9:30. വി ഷുഡ് റീച്ച് സ്കൂൾ അറ്റ് 9:30. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് എൻ്റെ ഫ്രണ്ട് പറയാണ്, എക്സാം കഴിഞ്ഞ് പോയേക്കരുത്, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പറഞ്ഞു നോക്കാം. നീ എന്നുള്ളതിന് യു. ഓക്കെ, വെയിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ ഷുഡ് എന്നുള്ള ഗ്രാമർ വേർഡ്. യു ഷുഡ്. നീ വെയിറ്റ് ചെയ്യാ, അതിന് വെയിറ്റ് എന്ന് തന്നെ പറയാം അല്ലെ. യു ഷുഡ് വെയിറ്റ്. എനിക്ക് വേണ്ടി, വേണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോർ ആ ചേർക്കുക. ഓക്കെ, എനിക്ക് വേണ്ടി, ഫോർ മീ. യു ഷുഡ് വെയിറ്റ് ഫോർ മീ. യു ഷുഡ് വെയിറ്റ് ഫോർ മീ. പരീക്ഷ കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പരീക്ഷ ഒന്നും അത്ര നന്നായില്ല. അപ്പൊ എൻ്റെ ഫ്രണ്ട് എന്നോട് പറയാണ്, ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് പഠിക്കണം. നമുക്ക് ഒരുമിച്ച് പഠിക്കണം. പറഞ്ഞോളൂ. നമുക്ക് എന്ന് പറയുമ്പോൾ വി. പഠിക്കണം, നം എന്ന് വന്നു അല്ലെ. അപ്പൊ ഷുഡ്. വി ഷുഡ്. പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡി. വി ഷുഡ് സ്റ്റഡി. ഒരുമിച്ച്. ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ടുഗെദർ. ഓക്കെ, വി ഷുഡ് സ്റ്റഡി ടുഗെദർ. വി ഷുഡ് സ്റ്റഡി ടുഗെദർ. അപ്പൊ ഷുഡ് വെച്ച് സെന്റൻസ് ഫോം ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ. എളുപ്പമല്ലേ? ഒന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊന്ന് നോക്കട്ടെ. ഞാൻ പറയുന്ന സെന്റൻസ് കറക്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്തോളൂ. നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണം. ഒന്ന് കമന്റ് ചെയ്യൂ നോക്കട്ടെ. ഇത്രയും നേരം പറഞ്ഞ അഡ്വൈസ് എല്ലാം പോസിറ്റീവ് ആണ് അല്ലെ. ചെയ്യണം, പറയണം, പോകണം അല്ലെ. ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഡ്വൈസാ കൊടുത്തത്. ഇനി ഡോക്ടറിനോട് പറഞ്ഞ എന്താ? ജങ്ക് ഫുഡ് കഴിക്കരുത് എന്നും പറഞ്ഞു അല്ലെ. അപ്പോ കഴിക്കരുത്, ചെയ്യരുത്, പോകരുത്, ഇതും കൂടെ നമുക്ക് പറയാനായിട്ട് പഠിക്കണം. എളുപ്പമാണ്. നമ്മുടെ ഗ്രാമർ വേർഡ് ഏതാ? ഷുഡ്. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? നോട്ട് ചേർക്കും. ഈസിയാണ്. ഓക്കെ, അപ്പൊ ഒരു സെന്റൻസ് ഞാൻ പറയാം. നീ പോകരുത്. നീ പോകരുത്. നീ എന്നുള്ളതിന് യു. ഓക്കെ, ഗ്രാമർ വേർഡ് ഏതാ വരണ്ടേ? ഷുഡ്. അരുത് എന്നാ പറഞ്ഞല്ലേ. ഷുഡ്. എന്റെ കൂടെ എന്ത് ചേർക്കുക? നോട്ട്. യു ഷുഡ് നോട്ട്. പോകുക എന്നുള്ളതിന് ഗോ. യു ഷുഡ് നോട്ട് ഗോ. ഇനി ഷുഡ് നോട്ട് എന്ന് പറയുന്നത് കുറച്ച് വലിച്ചു നീട്ടലാണ് അല്ലെ. നമ്മൾക്ക് സംസാരിക്കുമ്പോൾ ഷോർട്ട് ആക്കിയാണ് പറയേണ്ടത്. അപ്പൊ ഷുഡ് നോട്ട് എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും? ഷുഡൻറ്റ് എന്ന് പറയും. എന്താ പറയാ? ഷുഡൻറ്റ്. അപ്പൊ ഒന്ന് ചേർത്ത് പറഞ്ഞു നോക്കാം. യു ഷുഡൻ ഗോ. യു ഷുഡൻ ഗോ. നീ പണം ചെലവാക്കരുത്. നീ പണം ചെലവാക്കരുത്. എങ്ങനെയാ പറയാ? നീ എന്നുള്ളതിന് യു. ചെയ്യരുത് എന്ന് പറയാനായിട്ട് ഷുഡൻറ്റ് അല്ലെ. അതല്ലേ ഗ്രാമർ വേർഡ്? യു ഷുഡൻറ്റ്. ചെലവാക്കുക എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ഏതാ? സ്പെൻഡ്. എന്ത് ചെലവാക്കരുത് എന്നാ പറയണേ? മണി. അത് അവസാനം പറയാം. ഓക്കെ, യു ഷുഡൻറ്റ് സ്പെൻഡ് മണി. യു ഷുഡൻറ്റ് സ്പെൻഡ് മണി. നീ സമയം പാഴാക്കരുത്. നീ സമയം പാഴാക്കരുത്. എങ്ങനെയാ പറയാ? യു, ഗ്രാമർ വേർഡ് ഷുഡൻറ്റ്. പാഴാക്കുക എന്നുള്ളതിന് വേസ്റ്റ് എന്നാ പറയാ അല്ലെ. വേസ്റ്റ്. ഓക്കെ, എന്താ വേസ്റ്റ് ആക്കണ്ടാത്ത? ടൈം. അത് അവസാനം. യു ഷുഡൻ വേസ്റ്റ് ടൈം. യു ഷുഡൻ വേസ്റ്റ് ടൈം. ഇനി ഡോക്ടറിന്റെ ഉപദേശം നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കിയേക്കാം അല്ലെ. നീ ജങ്ക് ഫുഡ് കഴിക്കരുത്. നീ ജങ്ക് ഫുഡ് കഴിക്കരുത്. നീ എന്നുള്ളതിന് യു. അരുത് എന്ന് പറയാനായിട്ട്, ചെയ്യരുത് എന്ന് പറയുന്നതിന് ഉള്ള ഗ്രാമർ വേർഡാണ് ഷുഡൻറ്റ്. യു ഷുഡൻറ്റ്. എന്ത് ചെയ്യരുത്? കഴിക്കരുത് അല്ലെ. ഈറ്റ്. എന്ത് കഴിക്കരുത്? ജങ്ക് ഫുഡ്. യു ഷുഡൻറ്റ് ഈറ്റ് ജങ്ക് ഫുഡ്. യു ഷുഡൻറ്റ് ഈറ്റ് ജങ്ക് ഫുഡ്. ക്ലിയർ ആയോ? ഷുഡ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ഇനഫ്. നമുക്ക് എന്തുകൂടെ വേണം? നമ്മുടെ ലക്ഷ്യം എന്താണ്?
പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഹിയർ വി ആർ ഗോയിങ് ടു പ്രാക്ടീസ് എ കോൺവെർസേഷൻ. ഇന്നത്തെ കോൺവെർസേഷൻ രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡയലോഗ്സ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കും. റെഡ് കളറിലെ ടെക്സ്റ്റ് വരുന്നത് ഞാനായിരിക്കും വായിക്കുക. ഗ്രീൻ കളറിലെ ടെക്സ്റ്റ് നിങ്ങളാണ് വായിക്കേണ്ടത്. ഓൾ റൈറ്റ്, ഷാൽ വി സ്റ്റാർട്ട്? I've been feeling really tired these days. But I have so much work to do. I have also been sleeping very late. I know, but I keep using my phone at night. That's a good idea. You're right. I should change my routine. That was fun, wasn't it? I hope you guys enjoyed it. And now the next level. ഇനി AI പ്രാക്ടീസിനുള്ള സമയമാണ്. AI പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. what you have to do is അതൊന്ന് കോപ്പി ചെയ്യുക. ഏതെങ്കിലും ഒരു AI ടൂൾ, ChatGPT അല്ലെങ്കിൽ Gemini, ഏതിലാണെങ്കിലും നിങ്ങൾ അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് വോയിസ് ചാറ്റ് ഉപയോഗിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഷുഡ് വെച്ചിട്ടുള്ള സെന്റൻസിന്റെ സ്ട്രക്ചർ നല്ലപോലെ മനസ്സിലാക്കുക, അതൊന്ന് സോളിഡ് ആക്കുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ഇനി അത് തെറ്റാത്ത രീതിയിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുക. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഫോർ 20 minutes കേട്ടോ. ഓക്കെ ഗായ്സ്, ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ആൻഡ് റിമെമ്പർ, യു ഷുഡ് പ്രാക്ടീസ് and you shouldn't be afraid of making mistakes. And if you are following this series, don't miss the next experiment in Ritu's English Lab. Until then, bye.